നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകൾ, അപേക്ഷ സമർപ്പിച്ചിട്ടും പണം ലഭിക്കാത്ത ആളുകൾ, കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോയിൽ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ മാസം മുതലാണ് ഈ പെൻഷൻ ലഭിച്ചു തുടങ്ങിയത്. പക്ഷേ അന്ന് അപേക്ഷ സമർപ്പിച്ച ഒരുപാട് ആളുകൾക്ക് അന്ന് പെൻഷൻ ലഭിച്ചിട്ടില്ല. 3/4% ആളുകൾക്ക് അന്ന് 1000 രൂപയുടെ പെൻഷൻ ലഭിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് പെൻഷൻ അന്ന് ലഭിച്ചിട്ടുള്ള ആളുകൾ യെസ് എന്നും എല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അന്ന് പെൻഷൻ ലഭിച്ച ആളുകളും അതുപോലെ തന്നെ പിന്നീട് പെൻഷൻ അപ്രൂവൽ ആയ ആളുകൾക്കെല്ലാം ഇപ്പോൾ മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. നമുക്കറിയാം, മാർച്ച് പകുതിയോട് കൂടി തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ പെൻഷൻ അക്കൗണ്ടിൽ എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഇപ്പോൾ അപ്രൂവലായ എല്ലാ ആളുകൾക്കും ഈ ഒരു പണം എത്തുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിരുന്നു. ആ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ ക്യാഷ് സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പറോ ഏതെങ്കിലും നൽകി കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സൈറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അപ്രൂവലായ ആളുകൾക്കെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ 1000 രൂപയുടെ പെൻഷൻ അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. എന്നാൽ ഈ ഒരു സൈറ്റിൽ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം കൂടി അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമുണ്ട്. പെൻഷൻ മസ്റ്ററിങ് നമ്മൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന ക്യാമ്പുകളിലോ ചെന്ന് നമ്മുടെ വിരൽ പതിപ്പിക്കുകയും അത് പറയാൻ നമ്മൾ മസ്റ്ററിങ് പൂർത്തിയാക്കി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരുന്നു അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾക്കും വരും ദിവസങ്ങളിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് കുറച്ച് 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടാകാം. മറ്റു ചിലപ്പോൾ ഈ ഒരു ഇലക്ഷന് മുമ്പായി തന്നെ വരാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഈ ഒരു പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, പെൻഷൻ അപേക്ഷ സമർപ്പിച്ച ആളുകളെല്ലാം നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ്. ആധാർ കാർഡ് അനിഷ്ടമാക്കിയാണ് ഈ ഒരു മസ്റ്ററിങ് സംബന്ധ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടുകളാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പേര് എന്താണോ ഉള്ളത് അത് ആധാർ കാർഡിലും വരുന്ന രൂപത്തിൽ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ ആധാർ കാർഡിലെ ഫോൺ നമ്പർ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറാണെന്ന് ഉറപ്പ് വരുത്തുക. അത് നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ 10 വർഷത്തിലധികമായി എടുത്ത ആധാർ കാർഡാണെങ്കിൽ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ റെഡി അല്ലെങ്കിൽ നമ്മൾ അതും ഒന്ന് റെഡിയാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുകയുമില്ല, നമ്മുടെ പെൻഷൻ മുടങ്ങുകയും ചെയ്യും. ആ സമയത്ത് നമുക്കറിയാം, മസ്റ്ററിങ് തുടങ്ങുന്ന സമയത്ത് ആധാർ കാർഡിൻ്റെ സൈറ്റുകളെല്ലാം നല്ല തിരക്കായിരിക്കും. അതുപോലെ തന്നെ ആധാർ കാർഡ് തെറ്റുകൾ തിരുത്തുന്ന ആളുടെയും തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ജൂൺ മാസങ്ങളിലെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ആധാർ കാർഡ് പുതുക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെടുന്ന സമയമാണ്. ആ സമയത്തിന് കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആധാർ കാർഡ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. എങ്കിൽ മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ചിലപ്പോൾ അത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോവാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ചിലപ്പോൾ ചെയ്യേണ്ട അവസ്ഥയിലും ഉണ്ടായിരിക്കാം. എങ്ങനെയായാലും നമ്മുടെ ആധാർ കാർഡ് എല്ലാം റെഡിയാക്കി വെക്കുക. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ ഈ മാസങ്ങളിൽ പെൻഷൻ ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ആ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിലിപ്പോൾ ചില ആളുടെ വിവരങ്ങൾ ലഭ്യമല്ല എന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ പഞ്ചായത്തുമായി ബന്ധപ്പെടുക. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴിയാണ് ചെക്ക് ചെയ്യേണ്ടത്. പെൻഷൻ തെരച്ചിൽ എന്ന വെബ്സൈറ്റിൽ മറ്റുള്ളവ എന്ന വിഭാഗത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നേരിട്ട് ലിങ്ക് ആവശ്യമുള്ള ലെസ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ അത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാലും ശരി, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ,
റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും